നമസ്കാരം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നും PV അൻവർ MLA. സോളാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് MR അജിത് കുമാർ കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണ്. കവടിയാറിലെ വീട് കൂടാതെ വേറെ 3 വീടുകൾ കൂടി അജിത് കുമാറിനുണ്ട് എന്നും PV അൻവർ പറഞ്ഞു. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിക്കുകയുണ്ടായി. ഇതിനായി വലിയൊരു തുകയാണ് പ്രതികളിൽ നിന്നും കൈപ്പറ്റിയത്. 33 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുത്തു വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് അജിത് കുമാർ വിറ്റതായും അൻവർ ആരോപിച്ചു. അജിത് കുമാർ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങളും പുറത്തുവിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവറിന്റെ ഈ ആരോപണം. മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻ സ്കറിയയെ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും സഹായിച്ചുവെന്നും അൻവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപായിരുന്നു അൻവർ മാധ്യമങ്ങളെ കണ്ടത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. MR അജിത് കുമാർ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ എന്റെ പക്കലുണ്ട്. രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്നും എടുത്തതാണ് ഈ രേഖ. കവടിയാർ വില്ലേജിൽ സ്വന്തം പേരിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങി. 2016 ഫെബ്രുവരി 19 തീയതിയാണ് ഫ്ളാറ്റ് വാങ്ങിയത്. അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ്. എങ്ങനെ ഇത് അദ്ദേഹം വാങ്ങി, എങ്ങനെ വിറ്റു, ഇതാണ് അന്വേഷിക്കേണ്ടത്. 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഫെബ്രുവരി 29 65 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഈ മാജിക് എന്താണ് എന്ന് വിജിലൻസ് അന്വേഷിക്കുക തന്നെ വേണം. ഈ ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിക്കൂ. എവിടെ നിന്ന് കിട്ടി ഈ പണം എന്നും അന്വേഷിക്കണം. അന്നേ ഞാൻ പറയുന്നതാണ് സോളാർ കേസ് അട്ടിമറിക്കാൻ പണം വാങ്ങിയെന്ന്. ഇത് അത്തരത്തിൽ വാങ്ങിയ പണം തന്നെയാണ്. അന്ന് ഫ്ളാറ്റിന്റെ വില 55 ലക്ഷം രൂപയാണ്. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഭ്രാന്താണോ? എന്തിനാണ് 33 ലക്ഷം രൂപയ്ക്ക് ഇയാൾക്ക് വിറ്റത്? ഇത് രണ്ടാമത്തെ ഗെയിമാണ്. അതായത് വാങ്ങിയ വിലയും വിറ്റ് വിലയും തമ്മിൽ 32 ലക്ഷത്തിന്റെ അന്തരം. 32 ലക്ഷം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് രേഖ ഉണ്ടാക്കുകയാണ് ചെയ്തത്. 32 ലക്ഷം രൂപയാണ് വൈറ്റാക്കി മാറ്റിയത്. ഇങ്ങനെ എത്രയെത്ര ഡീലുകളാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വത്ത് സമ്പാദിക്കുന്നത്, കള്ളപ്പണം വെളുപ്പിക്കുന്നത്? ഇതിന്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം അത് സോളാർ കേസ് തന്നെയായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാനായി MR അജിത് കുമാർ തുടക്കം മുതൽ തന്നെ പരിശ്രമിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു വിളിച്ച കോളിന്റെ വോയിസ് ക്ലിപ്പും പുറത്തുവിട്ടിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരി തന്നെ ഇക്കാര്യം പറഞ്ഞതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുക പ്രതികളിൽ നിന്നും ADGP കൈപ്പറ്റിയാണ് അനീതിക്ക് കൂട്ടുനിന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് ഇതിന് ഉദാഹരണമാണ്. ഇതിനോടനുബന്ധിച്ചുള്ള 10 സെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലുള്ളതാണ്. ഒരേ ഭൂമിയിൽ തന്നെയാണ് ഇരുവർക്കും സ്ഥലം. ആധാരം 2 ആളുടെ പേരിലാണ് എന്ന് മാത്രം. അതിന്റെ ഉറവിടം കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകുമെന്നും അൻവർ പറയുകയുണ്ടായി. അജിത് കുമാറിന്റെ വിദേശയാത്രകളെ കുറിച്ചുള്ള രേഖകളും വിവരാവകാശം പ്രകാരം ശേഖരിക്കുമെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് തന്റെ അറിവ് എന്ന് PV അൻവർ പറയുന്നു. P ശശി മുന്നണിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ശശിക്ക് ചില പ്രത്യേക അജണ്ടകളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെയും തന്നെ P ശശി കടത്തിവിടാറില്ല. മുഖ്യമന്ത്രിക്കും പ്രവർത്തകർക്കുമിടയിൽ ഒരു മറയായി നിൽക്കുകയാണ് P ശശി എന്നും അൻവർ ആരോപിക്കുന്നു. കോഴിക്കോട് കൊല്ലപ്പെട്ട മാമി കേസ് സത്യസന്ധമായി അന്വേഷിക്കണം. മാമിയുടെ അടുത്ത് MR അജിത് കുമാറിന്റെ പണമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു.